മിനി സൂപ്പർ മാർക്കറ്റ് മാതിരി മിനി സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിള്, പിന്നെ സുഗമ ചിക്കൻ, പിന്നെ വേറെ പല തേങ്ങ കൊടുന്നാൽ നമ്മൾ ഉണക്കി കൊപ്രാക്കി എടുത്ത് പൊടിച്ച് സാധാരണഗതിയിൽ ഇലക്ട്രിക് ഡ്രയറിൽ 24 മണിക്കൂർ കൊണ്ട് ഉണക്കിയെടുത്തിന് ക്വാളിറ്റി നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ ടെമ്പറേച്ചർ കുറച്ച്, അതായത് അന്തരീക്ഷത്തിലത്തെ നമുക്ക് മാക്സിമം കിട്ടുന്നത് 40 ഡിഗ്രി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ കേച്ചേരി തൂവാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഗ്രീൻ വാലി വെജിറ്റബിൾ ആൻഡ് നോൺ വെജിറ്റബിൾ പ്യുവർ കോക്കനട്ട് എന്ന ഒരു സൂപ്പർ മാർക്കറ്റിലോട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ സൂപ്പർ മാർക്കറ്റ് നമ്മുടെ ഉമ്മർഖാനാണ്. ഇപ്പോൾ ഗ്രീൻ വാലി വെജിറ്റബിൾ ആൻഡ് നോൺ വെജിറ്റബിൾ സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെയാണ് ഈ സംരംഭത്തിന് ഒരു പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിലെ വിശേഷങ്ങൾ കൂട്ടത്തിൽ മെക്മാർക്കിൻ്റെ പ്രോഡക്റ്റായ ഓട്ടോമാറ്റിക് ഹീറ്റിംഗ് കൺട്രോൾഡ് ഓയിൽ പ്രസ് മെഷീൻ ഉണ്ട്. അതുപോലെ തന്നെ മൾട്ടിപർപ്പസ് ഇലക്ട്രിക് കൊപ്ര ഡ്രയർ ഉണ്ട്. അതുപോലെ തന്നെ ഹെവി ഡ്യൂട്ടി കൊപ്ര കട്ടർ. ഈ ഡ്രയറിൻ്റെയും ഓയിൽ പ്രസ് മെഷീൻ്റെയും അതുപോലെ തന്നെ ഈ ഉമ്മർഖാൻ്റെ ഈ സൂപ്പർ ഗ്രീൻ വാലി എന്ന സൂപ്പർ മാർക്കറ്റിൻ്റെയും ഫുൾ വിശദമായ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മല്ലി, മുളക് കഴുകി ഉണക്കിയിട്ട് പാക്കറ്റാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്യുവർ വെളിച്ചെണ്ണ, യാതൊരുവിധ മായവും കലരാത്ത വെളിച്ചെണ്ണ, അത് നാച്ചുറലായിട്ട് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തുണ്ടാക്കുക എന്നുള്ളതൊക്കെ ഗവേഷണം നടത്തിയിട്ടുള്ള ഒരു യൂണിറ്റൊക്കെയാണ് നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഈ മഞ്ഞപ്പൊടി പച്ചമഞ്ഞൾ കഴുകി ഉണക്കി പൊടിച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന ശുദ്ധമായ മഞ്ഞൾ, ഈ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഈ വെളിച്ചെണ്ണൻ്റെ യൂണിറ്റ്, അതുപോലെ തന്നെ ഈ കോക്കനട്ട് നമ്മൾ കൊപ്ര കട്ട് ചെയ്യുന്നത്, കൊപ്ര ആട്ടുന്നത്, ശുദ്ധമായ വെളിച്ചെണ്ണ എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിലെ ഈ തൂവാനൂർ, അതായത് തൃശ്ശൂർ ജില്ലയിൽ കേച്ചേരി തൂവാനൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ സൂപ്പർ മാർക്കറ്റിലെ വിശേഷങ്ങൾക്കായിട്ട് പോയി വരാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ കുറച്ച് ദൂരത്തായിരുന്നു, കോഴിക്കോട്. അപ്പൊ നിങ്ങള് ഈ ഗ്രീൻ വാലിന്റെ ഒരു വിശേഷം അറിയാനാണ് വന്നിട്ടുള്ളത്. ആയിക്കോട്ടെ. അപ്പൊ ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ആണ് ചുരുക്കി വിവരിക്കാൻ? ഇവിടെ ചെറിയൊരു മിനി സൂപ്പർ മാർക്കറ്റ് മാതിരി മിനി സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിള്, പിന്നെ സുഗമ ചിക്കൻ, പിന്നെ വേറെ പല ബ്രാൻഡുകളുടെ ചിക്കൻ പാർട്സുകൾ, ബ്രസ്റ്റ്, പിന്നെ ഉള്ളതിപ്പോൾ പുതിയൊരു സെക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. വെളിച്ചെണ്ണ യൂണിറ്റ്. പച്ചത്തേങ്ങ കൊടുന്നാൽ നമ്മൾ ഉണക്കി കൊപ്രാക്കി എടുത്ത് പൊടിച്ച് വെളിച്ചെണ്ണയാക്കിയിട്ട് കൊടുക്കും. പിന്നെ കരിഞ്ജീരകത്തിൻ്റെ എണ്ണ കൊടുക്കും. പിന്നെ നല്ലെണ്ണ, കടുകെണ്ണ, വെളിച്ചെണ്ണ, ഈ ഐറ്റംസൊക്കെ കടലെണ്ണയുണ്ട്. പിന്നെ ഇപ്പോൾ അടുത്ത് തന്നെ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ വെന്ത വെളിച്ചെണ്ണ, അതേമാതിരി പാൽപ്പൊടി, തേങ്ങാപ്പാൽ, തേങ്ങ ചിരകിയിട്ട് ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. മനസ്സിലായി. വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞിട്ട് കാറ്ററിംഗുകാർക്കും അല്ലാത്തവർക്കും ആവശ്യത്തിന് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ റീറ്റെയിലായിട്ട് വന്ന് ചോദിച്ചാലും കൊടുക്കും.
ഇവിടെ അടുത്തൊരു കോഴി ഫാമുണ്ട്. അതിൽ ബ്രോയിലർ താറാവ് ഇവിടെ എവിടെയും കിട്ടാത്തതാണ്. അപ്പോൾ ക്രിസ്ത്യൻസിന് മെയിനായിട്ട് അതാണ് ബ്രോയിലർ താറാവ്. അതേമാതിരി മീൻ, ഫ്രഷ് മീൻ എന്ന് വെച്ചാൽ ബ്രാല്. ഇതിവിടെ അടുത്ത് തന്നെയാണ്. ഇല്ല, കുറച്ചടുത്താണ്. അതങ്ങ് കാണാം നമുക്ക്. കേച്ചേരി തൂവാനൂർ 1 കിലോമീറ്ററിന്റെ വ്യത്യാസം ഉണ്ട്. 17-18 കിലോമീറ്റർ. ഇല്ല, ഇതിപ്പോ കഴിഞ്ഞ റമളാനിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആവാൻ പോകുന്നുള്ളൂ. അപ്പോൾ എനിക്ക് കുന്നംകുളത്ത് സുഗുണ ചിക്കൻ്റെ ഫ്രാഞ്ചൈസി കുന്നംകുളത്തുണ്ട്. അവിടെയുള്ള കാറ്ററിംഗുകാർക്കൊക്കെ രുചി കാറ്ററിംഗുകാർക്ക് ഞാനാണ് സപ്ലൈ ചെയ്യുന്നത്. അത് ഫേമസ് ആണ്, കേരളത്തിലെ ഏറ്റവും ഫേമസ് കാറ്ററിംഗുകാരാണ് അവർ, രുചി കാറ്ററിങ്. അതിൻ്റെ ഓണർ ഉസ്മാൻക്ക അല്ലേ. അവിടേക്ക് ഞാനാണ് ഇപ്പോൾ ഇവിടുത്തെ വെളിച്ചെണ്ണ. അത്ര നല്ല വെളിച്ചെണ്ണയാണ്, പ്യൂരിറ്റി. അതാണ് കൊണ്ട് ആ വെളിച്ചെണ്ണ നമ്മുടെയൊക്കെ നിന്നാണ് എടുക്കുന്നത്. അതേമാതിരി സുഗുണ ചിക്കൻ അവർക്ക് കൊടുക്കുന്നത്. പിന്നെ കാറ്ററിംഗുകാർക്ക് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. അവർക്ക് പുറത്തുനിന്ന് കിട്ടാത്ത സാധനങ്ങളൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കും. ഇല്ല, ഒരു 2 മാസം കഷ്ടി, 2 മാസം ആയിട്ടില്ല. ശുദ്ധമായ വെളിച്ചെണ്ണ കൊടുക്കാന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം എന്ന് വെച്ചാൽ പറഞ്ഞത് ഇപ്പോൾ ഒരുവിധം ഓയിൽ മില്ല് ഒക്കെ ഇവിടെ നടത്തുന്ന ആൾക്കാരുടെ അവിടെ തന്നെ എന്ന് വെച്ചാൽ രാത്രി ടാങ്കറിൽ ലോറി വന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എണ്ണ കൊടുത്തിട്ട് അതിൽ 20% വെളിച്ചെണ്ണ കിട്ടുള്ളൂ. ഇത് 100% നമുക്ക് ഗ്യാരണ്ടി ആണ്, 100% ഉറപ്പായിട്ട് നമ്മൾ ആട്ടി കൊടുക്കാം. മനസ്സിലായി, നമുക്ക് കളവില്ല, ചതില്ല, ഹാക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ലാഭം നോക്കിയിട്ടല്ല, പക്ഷെങ്കിൽ കൂടിയും നല്ല മുതലേ കൊടുക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ തന്നെ മുളക് കഴുകി ഉണക്കി പൊടിച്ചിട്ട് മുളക്, മല്ലി, മഞ്ഞൾ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് പച്ചമഞ്ഞളാണെങ്കിൽ ഞങ്ങൾ പുഴുകിയിട്ട് ഉണക്കിയിട്ട് ആണ് പൊടിച്ചിട്ട് കൊടുക്കുന്നത്. ഇല്ല, അവരൊക്കെ നമ്മളായിട്ട് നല്ലോണം സഹകരിച്ചിട്ടുള്ള ആൾക്കാർ തന്നെ ഉള്ളത്. പ്രസാദേട്ടൻ നമ്മളൊരു എഞ്ചിനീയറാണ് ഇവിടുത്തെ. നമ്മളെ ഓൾ ഇൻ വൺ. നമുക്ക് വേണ്ട അഡ്വൈസൊക്കെ മൂപ്പരാണ് തരുന്നത്. മൂപ്പരാണ് ഫാമിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ്. അതേമാതിരി ഇപ്പോൾ വെളിച്ചെണ്ണ മില്ല് ഇപ്പോൾ തുടങ്ങിയപ്പോൾ മൂപ്പരാണ് ഇപ്പോൾ വന്നിട്ട് എന്തെങ്കിലും തരാറുള്ളതൊക്കെ പരിഹരിക്കലും അതൊക്കെ ഉള്ളതാണ്. തീർച്ചയായിട്ടും. പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ മൊത്തത്തിൽ ഇതിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ പ്രസാദം വിളിച്ചാലോ? പ്രസാദം നമസ്കാരം. എൻ്റെ മുഹമ്മദ് അലിയാണ്. ഞാൻ ടെക്മാർക്കിന്റെ സ്റ്റാഫ് കൂടിയാണ്. മെയിൻ ഹൈലൈറ്റ് ഇപ്പോൾ ഈ വെളിച്ചെണ്ണയാണ് അല്ലേ? ഇതിൻ്റെ ഒരു പ്രത്യേകത കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് നിറത്തിൽ തന്നെ വ്യത്യാസം ഉള്ളത്? ഇത് നമ്മൾ പുക കൊടുക്കാതെ ഇലക്ട്രിക് ഡ്രയറിൽ ഉണക്കുന്ന കൊപ്രയാണ്. ഇത് നമ്മൾ നമ്മളുടെ നാട്ടിലുണ്ടാകുന്ന നാളികേരം സംഭരിച്ചിട്ട് നമ്മളിവിടെ ഇലക്ട്രിക് ഡ്രയറിൽ ഉണക്കി അത് വെളിച്ചെണ്ണയാക്കി എടുക്കുന്നത്. ഇതിൽ ഉണക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അപ്പോൾ ഇലക്ട്രിക് ഡ്രയർ ആണെങ്കിലും ഉണക്കുന്ന പ്രത്യേകത നമ്മൾ ഇത് 3 ദിവസത്തെ ഒരു 3 ദിവസം എടുത്തിട്ടാണ് ഇത് ഉണക്കുന്നത്. സാധാരണഗതിയിൽ ഇലക്ട്രിക് ഡ്രയറിൽ 24 മണിക്കൂർ കൊണ്ട് ഉണക്കി എടുത്തിട്ട് നമുക്ക് ആട്ടാൻ പറ്റും. പക്ഷെ നമുക്ക് ഇത്രയും ക്ലിയർ ആയിട്ട് അതിൽ കിട്ടുന്നില്ല. ഫിൽറ്റർ ഉപയോഗിക്കുന്നില്ല. ഇത് ഫിൽറ്റർ ഇല്ലാത്ത വെളിച്ചെണ്ണ, ഒരു വെളിച്ചെണ്ണ ഫിൽറ്റർ ഇല്ലാത്ത. നമ്മളത് ആട്ടി 3-ാം ദിവസം ബോട്ടിലാക്കുന്നത്. 3 ദിവസം ഊറാൻ വെച്ചിട്ട് അത് ബോട്ടിലാക്കുന്നതാണ്. ഇതിന്റെ അടിയിൽ പോലും വേസ്റ്റ് ഇല്ല, അല്പം പോലും വേസ്റ്റ് വരില്ല. അത്രയും ക്ലിയർ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ ടെമ്പറേച്ചർ കുറച്ച്, അതായത് അന്തരീക്ഷത്തിലത്തെ നമുക്ക് മാക്സിമം കിട്ടുന്നത് 40 ഡിഗ്രി ടെമ്പറേച്ചർ. നമ്മളൊരു 50 ഡിഗ്രി ടെമ്പറേച്ചറിൽ 3 ദിവസം ഡയറിൽ ഉണക്കി ക്രഷ് ചെയ്തിട്ട് നമ്മൾ ആട്ടി എടുക്കുന്ന വെളിച്ചെണ്ണ. അതാണ് ഇത് ഇത്ര പ്യൂറായിട്ട് കിട്ടും. ഇപ്പം നമുക്ക് മറ്റുള്ള 24 മണിക്കൂറോട്ട് അങ്ങനെ ആട്ടുന്ന വെളിച്ചെണ്ണ കാണാൻ കഴിയുമോ? വെളിച്ചെണ്ണ ഇതിൽ ചെറിയൊരു മഞ്ഞ നിറം ഉണ്ടായിരിക്കും. ചെയ്തതാണ്. വ്യത്യാസം വരുന്നത്. പിന്നെ നമ്മളിവിടെ ഇത് മാത്രമല്ല എള്ള് ആട്ടുന്നുണ്ട്. ഇത് നമ്മുടെ എള്ള് ഇത് നമ്മൾ ഇവിടെ ആട്ടി എടുക്കുന്ന എള്ളാണ്. പിന്നെ ഇത് കടുകെണ്ണയാണ്.
അത് കടുകെണ്ണയാണ്. കടുകെണ്ണയാണ്. ഇതൊക്കെ ഇവിടെ നമ്മൾ ലൈവായിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്. അത് നമ്മളിവിടെ തന്നെ ചെയ്യുന്നതാണ്. ഇത് പിന്നെ ഇത് കരിഞ്ജീരകത്തിന്റെ എണ്ണയാണ്. കരിഞ്ജീരകം. ഇത് ബദാം ഓയിലാണ്. ബദാം. അതാണ് ഇത്ര ചെറിയ കോസ്റ്റ്ലിയാണ്. ഇതൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ഈ മുളക്, മല്ലിപ്പൊടിയൊക്കെയാണ്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇത് മല്ലിപ്പൊടി. മുളക് നമ്മളിവിടെ കഴുകി ഉണക്കി ഇവിടെ ഡ്രയറിൽ കഴുകി ഉണക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതാണ്. ഇത് മഞ്ഞൾപ്പൊടി. ഇത് ഓർഗാനിക് മഞ്ഞളാണ്. ഇവിടെ നാട്ടിലുണ്ടാവുന്ന മഞ്ഞൾ നമ്മൾ സംഭരിച്ച് പുഴുകി ഉണക്കി ചെയ്യുന്നത്. ഉമ്മർക്ക് പറഞ്ഞ ഇത് ഈ മുളക് പൊടിക്ക് കളറ് ലേശം കുറവാണ്. പക്ഷെ ഇത് ഓർഗാനിക് ആണ്. നാട്ടിലുണ്ടാകുന്ന മിളക് നമ്മൾ പഴുത്ത മിളക് സംഭരിച്ച് നമ്മൾ കഴുകി ഡ്രയറിൽ അതിന്റെ തോക്കൊക്കെ കളഞ്ഞ് നമ്മുടെ ഡ്രയറിൽ ഉണക്കി പൊടിക്കുന്ന പൗഡർ ഇതാണ്. അപ്പൊ നമ്മുടെ നാട് ഓർഗാനിക് ആണ് സംഭവം. 100%. ഇത് ഭയങ്കര എരിവാണ്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന മിളക് ഇടുന്ന മാതിരി ഇട്ടാൽ ചിലപ്പോൾ കഴിക്കാൻ പറ്റുന്ന വരും. അത്രയും എരിവാണ്. പക്ഷെ ഇതില് നമ്മുടെ ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന മുളക് പൊടിയാണ്. ഓർഗാനിക് ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന മുളക് നമ്മൾ പൊടിച്ച് പാക്ക് ചെയ്യുന്നതാണ്. ഇത് കാശ്മീരി ചില്ലി നമ്മൾ വാങ്ങി കഴുകി അതിന്റെ തോക്ക കളഞ്ഞ് പൊടിച്ച് എടുക്കുന്ന ഐറ്റം. ഇതൊക്കെ നമ്മളുടെ ഇതുകളാണ്, പ്രൊഡക്റ്റുകളാണ്. ഇതൊക്കെ നമ്മൾ പൊടിച്ച പൊടി ആവശ്യക്കാർക്ക് അളവിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. പിന്നെ ഇത് നമ്മൾ ലൂസായിട്ട് ആവശ്യത്തിനനുസരിച്ച് എല്ലാതും ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് ഒക്കെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇത് കമ്പനി സാധനങ്ങൾ മൊത്തത്തിൽ ഇവിടെ ഇത് നമ്മളുടെ സാധനങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെയല്ലേ. ഇത് നമ്മള് നാടൻ മഞ്ഞള്. അതില് വാങ്ങിച്ച് മഞ്ഞള് നമ്മൾ നാടൻ മഞ്ഞളാകുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുർക്കുമിൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അത് നമ്മൾ എടുക്കുന്നില്ല. അതുകൊണ്ട് അതിന്റെ കളറിന് മാറ്റം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇതിന്റെ ഈ മഞ്ഞപ്പൊടിക്ക് കണ്ടില്ലേ ഒരു റെഡിഷ് കളർ. പ്രത്യേക ഒരു ഇടുക്കമായി തോന്നുന്നുണ്ട്. എന്തോ ഒരു ക്ലാരിറ്റി കൊടുത്തിട്ടുള്ള അതിൽ ആ കുർക്കിമിൻ എടുക്കാത്തത് കൊണ്ട് ആണ് ഇങ്ങനെ ആ കളർ വരുന്നത്. ഇവിടെ നമ്മുടെ കൊപ്ര യൂണിറ്റ് ഉണ്ട്. നമുക്ക് കട്ട് ചെയ്യുന്നൊക്കെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഡ്രയർ. ഇത് ടെക്മാർക്കിന്റെ ആണ്. ഇത് നമ്മളുടെ 18 മണിക്കൂർ ഉണക്കി കഴിഞ്ഞാല് 5 കിലോ കുറയും. 5 കിലോ കുറയും. അപ്പോഴേക്ക് ഇത് നല്ല ഉണക്കായിരിക്കും. 5 കിലോ വരുമെന്ന് പറയും ഈ കൊപ്രക്കാര്. 24 18 42 മണിക്കൂർ. ഈ പച്ചപ്പ് വേണ്ട ഇത് ഉണങ്ങാനായിട്ട്. ഇവിടെ എപ്പോഴും നമുക്ക് ആ വെളിച്ചെണ്ണ ക്വാളിറ്റി കിട്ടാൻ വേണ്ടി നമ്മള് ഈ സാധനം കൂടുതലായിട്ട് കൊണ്ടുപോകുന്നത് കാറ്ററിംഗുകാരാണ്. അവർക്ക് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഫ്രഷ് ആയിട്ട് കിട്ടാൻ നാച്ചുറൽ കിട്ടാൻ പറ്റും. ഇതിന് സ്മെല്ല് വ്യത്യാസമുണ്ട്. നല്ല സ്മെല്ലാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. കൂടുതൽ ടൈം നമ്മൾ 1-2 പ്രാവശ്യം 24 മണിക്കൂറിൽ ഉണക്കി ആട്ടി കൊടുത്തപ്പോൾ അവർക്ക് ഇത് ടേസ്റ്റിലും മാറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതുപോലെ നിറത്തിനും നമുക്ക് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ആകുമ്പോഴേ കറണ്ട് ബില്ല് എന്താണ് നോക്കുന്നത്?
ഇതില് കറണ്ടിന് അങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസം വരില്ല. നമുക്ക് ഇതില് മിഷനിൽ നാളികേരം കയറി കഴിഞ്ഞാൽ ആ ഫുൾ ലോഡില് സാധാരണ എല്ലാവരും 65 ഡിഗ്രിയിലാണ് മാക്സിമം വയ്ക്കുന്നത്. ആ 65 ഡിഗ്രി ആവാനുള്ള സമയവും 50 ഡിഗ്രി ആവാനുള്ള സമയവും തമ്മിലുള്ള ആ മാറ്റം ഉണ്ടല്ലോ, അതൊരു മെയിൻറ്റെയിൻ ആയിട്ട് പോകും. പിന്നെ ഇത് തെർമോസ്റ്റാറ്റിന് കട്ട് ഓഫ് ആവുന്നതാണ്. അത് ആ കട്ട് ഓഫില് അത് മെയിൻറ്റെയിൻ ആയിട്ട് പോകുള്ളൂ. ഏകദേശം ഒരേപോലെ തന്നെയാണ് വരിക, കൂടുതലായിട്ട് വരില്ല. അതായത് മറ്റേത് 30 മണിക്കൂർ കമ്പനി ടെക്മാർക്ക് പറയുന്നത് 30 മണിക്കൂറാണ്. 12 മണിക്കൂർ അധികം വരും. അപ്പൊ അധികം വരാനുള്ള കാരണം നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് ഈക്വലേറ്റ് നല്ല പ്യൂർ വെളിച്ചെണ്ണ. അപ്പൊ ആ വെളിച്ചെണ്ണ കാണാൻ നേരിട്ട് കണ്ടതുമാണ്. ഇതിപ്പോ കംപ്ലീറ്റ് ക്രാഷ് ചെയ്യാറാണല്ലേ? ചട്ടിനെടുത്തതിന് ശേഷം ക്രഷ് ചെയ്തിട്ട് വീണ്ടും ഡ്രൈ മാത്രം അന്ന് തന്നെ കിട്ടും. തന്നെ കെട്ടിയത് നാളെ നമ്മൾ ഇറക്കും. നാളെ ഇറക്കിയിട്ട് ആട്ടും. ഇതെങ്ങനെ നാളികേരം ഇങ്ങനെ ബൾക്കായിട്ട് മേടിക്കുകയാണോ അതോ? ഇത് ഇവിടെ ലോക്കൽ പർച്ചേസിംഗ് ആണ്. ലോക്കലിൽ ഉണ്ടാവുന്ന നാളികേരം ആൾക്കാർ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അത് നമ്മളെടുത്ത് അന്നത്തെ പേപ്പർ വരയ്ക്ക് വാങ്ങിക്കുന്നു. പിന്നെ ഇവിടെ തന്നെ നാട്ടിൽ കളക്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അവരെ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നു. അങ്ങനെ ചെയ്യും. അല്ലാതെ പുറത്തൊക്കെ ഒരാൾ ഒരു 100 നാളികേരം കൊടുക്കും, ആട്ടി കൊടുക്കും, ഉണക്കി ആട്ടി കൊടുക്കും. നമ്മൾ പച്ച നാളികേരം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഉണക്കി ആട്ടി കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യും. അപ്പൊ ഈ ഭായിമാരൊക്കെ ഇവിടുത്തെ ജോലിക്കാരല്ലേ? ഇവരാണ് വെളിച്ചെണ്ണ ആട്ടുന്നതും. അത് പറഞ്ഞ് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവര് ഒറ്റയ്ക്ക് മെഷീനൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തോളൂ. അവർ തന്നെ ചെയ്തോളൂ. ടെമ്പറേച്ചറൊക്കെ വെച്ച് മെയിൻറ്റെയിൻ ചെയ്ത് അവർ തന്നെ ചെയ്തോളൂ. ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്താൽ മതിയല്ലേ? ഒരു ഫാമിലി ആവൂലേ? അവര് ഫാമിലി 560 नारियल ऐसा नारियल ऐसा वाला कभी कभी बड़ा है ना, बेचे 560 वो बड़ा वाला है ना, उससे थोड़ा कम है। ये 1 किलो कितना पीस आएगा? ये 1 किलो का 31 में मालूम नहीं, 1 किलो का मालूम नहीं 1 किलो कितना पीस आएगा? 3 पीस आएगा, 3 नारियल आएगा। हाँ आएगा 3 पीस आएगा। कितना साल हो गया इधर? इधर भी 10 साल हो गया। क्या काम कर रहे हैं? 10 साल का ज्यादा हो गया। क्या काम कर रहे हैं? मैं उधर भी आलू के पोल्ट्री फार्म है ना, पोल्ट्री फार्म काम किया। काम कर रहे हैं। इधर 2 साल हो गया आया दुकान में। नारियल का भी हो गया। എനിക്ക് 80 രൂപ. കാല് വന്ന് പോയില്ല. ഞാൻ പോകണം, ഞാൻ വീട്ടിൽ പോയി കുറച്ച് ഞാൻ വീട്ടിൽ പോകും. കിട്ടിയാൽ അയച്ചുതരാം. അയച്ച അല്ല ബാങ്കില് അത് പ്രശ്നം കൊടുക്കും. നമ്മളത് പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര ഒരു ഇതുപോലെ അതൊക്കെ വിഷയം കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ഞാൻ പ്രസാദോട് പറയാം, ഇനി ഈ കടയിലേക്ക് ഞാൻ വരില്ല വല്ലപ്പോഴൊക്കെ. അത് ഇക്ക പറയുകയും ചെയ്തു, അതെന്റെ ലേവട്ടെ നമുക്ക് വിഷയമില്ല, വണ്ടി വേണം. അപ്പം ഞാൻ ചോദിച്ചാണ്, ഞാൻ ഇപ്പം ഉണ്ടാവുമോ ചോദിച്ചാണ്. ഉണ്ടെങ്കിൽ ഒന്നുപോലെ നിങ്ങൾക്ക് അങ്ങോട്ട് വരാനും പറ്റില്ലല്ലോ. അപ്പം എന്തെങ്കിലും ചെയ്യാം, ഞാൻ വിളിക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് പോവാം. എന്ത് भैया ड्रायर कैसा है? ड्रायर कैसा है? अच्छा है? काम अच्छा कर रहा है? अच्छा है ये हमारा मालिक को अच्छा है। मालिक को अच्छा है? हाँ मालिक बहुत अच्छा है। ये सुपर मार्केट कैसा है? बहुत अच्छा है। കട്ട് ചെയ്തിട്ട് ഇനിയും 18 മണിക്കൂർ വെക്കുമോ? 12 മണിക്കൂർ മിനിമം വെക്കും. kamu
हाँ चलो हाँ वो तो दबो उठाओ उठाओ हाँ चालू करो കട്ട് ചെയ്തിട്ടാണ് ഇന്നലെ കട്ട് ചെയ്താണ് ഇന്നലെ കട്ട് ചെയ്തത്. ഇന്നലെ കട്ട് ചെയ്തത് ഇന്നലെ കട്ട് ചെയ്ത് മെഷീനിൽ കയറ്റി ഇന്ന് ഇറക്കി. ഇത് പിന്നെ ഈ 18 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവിടെ രാവിലെ ആട്ടാൻ വേണ്ടി റെഡി ആട്ടാൻ റെഡി ആക്കി വെച്ചു. അതൊന്നും തുളയ്ക്കാനാ പറഞ്ഞേട്ടെ. ഇത് ഇന്നലെ ആട്ടിയ വെളിച്ചെണ്ണ. ഇന്നലെ ആട്ടിയല്ലേ ഇത് ശരിക്കും നമുക്ക് റെഡി ആക്കിയിട്ട് അത്യാവശ്യം 4-ാം ദിവസം നമ്മൾ ബോട്ടിൽ പ്യൂറായിട്ട് നമ്മളൊക്കെ കുപ്പിയിൽ കണ്ട അതേമാതിരി ഇല്ലേ ഇതേമാതിരി വരും. 4 ദിവസമായി. നല്ല ഇതേ കളറിലല്ലേ അത് നോക്കിയൊന്ന് നമ്മളെ നോക്കാം ഏത് നിൽക്കില്ല, അത് 100 കട്ടാവും. കട്ടാവും നമുക്ക് 100 വേണ്ടോ? നമുക്ക് വോൾട്ടേജ് വേരിയേഷൻ ഇതൊക്കെ വരുമ്പോൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ആവാൻ വേണ്ടിയിട്ട് 101 വെച്ചിട്ടുള്ളത്. ഫസ്റ്റില് റാലിക്ക് ഇതാരൊക്കെ പൊട്ടിയല്ലേ വെളുത്തുന്നേരം ക്ലിയർ കണ്ടോ? മറ്റത് കറുത്തിന്റെ വരിക ഇളക്കി കൊടുക്കുന്നില്ല അത് ആ ഇതില് ഫണലിന്റെ കൊള്ളുന്നത് മാത്രമേ നമ്മൾ ഇടുന്നു. അതായത് സ്ത്രീകളായ കാരണേ കൂടുതൽ ഇട്ട് കഴിഞ്ഞാല് അവർ വർത്തമാനം പറയാൻ നിന്ന് കഴിഞ്ഞാൽ അടിയിലുള്ളത് ചിലപ്പോൾ പോകും, മുകളിൽ അങ്ങനെ നിൽക്കും വീഴാതെ. അത് ഒഴിവാക്കാനായിട്ട്
പിള്ളേർക്ക് എന്തിനാ അവിടെ പിണ്ണാക്ക് നമ്മുടെ ഫാമിലി പോയിട്ട് കോഴികൾക്ക് കോഴി താറാവ് അതിനെ കൊടുക്കില്ലേ? ആട് അത് നേരിട്ട് കൂടാ നേരിട്ട് കൂടാ നേരിട്ട് കഴിക്കാനും എടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. വളരെ എളുപ്പമാണ്. പക്ഷെ ഇതിന്റെ ഒരു റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു മെഷീന്റെ മാതിരി അല്ല, അത് ഈ പേപ്പറുമാതിരി വരുന്ന വല്ല ചിരട്ടയുടെ പീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മെഷീൻ ജാമാവും. സിംഗിൾ ഫേസിൽ ഓടുന്ന മെഷീൻ അല്ലേ. കഴിക്കാനും ഈ മണിക്കൂർ 30 കിലോ 33 വരെ ആട്ടി 33 വരെ ആക്കി ഒരു 68% വരെ വെൽക്കമായി കിട്ടും. കസ്റ്റമർ 70% കിട്ടുന്നവരുണ്ട് പറഞ്ഞിരുന്നു. കമ്പനി പറയുന്നത് 60%. നമ്മളെ ഈ 36 മണിക്കൂർ 42 മണിക്കൂറിനുള്ളിൽ ഇത് ആട്ടുന്ന കാരണം അതിൻ്റെ ഉള്ളിൽ ജലാംശം ഒട്ടും ഉണ്ടാവില്ല. അത് കാരണം 1 ഇയർ വരെ ഈ സാധനം നിൽക്കും. ഇതില് ജലാംശം ഉണ്ടെങ്കിലാണ് കാറ് അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റുകൾ വരും. ഒട്ടും ജലാംശം ഇല്ലാത്തതാണ്. എള്ള്, കടുക്, നിലക്കടല, കരിഞ്ജീരകം, മുരിങ്ങാക്കായുടെ കുരു ആക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മുരിങ്ങയുടെ കുരു എണ്ണ എന്നാൽ ഈ ആയുർവേദ മെഡിസിന് വേണ്ടിയിട്ട് എണ്ണത്തൊക്കെ ആക്കിയിട്ടുണ്ട്. അതിലൊക്കെ ടെമ്പറേച്ചർ എത്രയും 300 വേണ്ടേ? ഈ മുരിങ്ങയുടെ കുരുവിന് 300 വേണം. 300 വേണം. എള്ളിന് 300 വേണം. സൺഫ്ലവറിനൊക്കെ 300 വേണം. സൺഫ്ലവർ ആക്കിയിട്ടില്ല. ഇല്ല. സൺഫ്ലവർ ആട്ടി കഴിഞ്ഞാൽ അത് ഫിൽറ്റർ ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റില്ല. അത് കാരണമാണ് നമ്മൾ അതൊരു ബ്ലാക്ക് കളറിലാണ് അതിന്റെ സൺഫ്ലവർ വരുന്നത്. പിന്നെ അത് ഫിൽറ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന രീതിയിലേക്ക് വരുന്നത്. ഹൈലൈറ്റ് വെളിച്ചെണ്ണയാണ്. ഓ പൊട്ടിയിട്ട് പോരുന്നില്ലേ? ഇപ്പോൾ 17.5 17 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓഫ് ആവുള്ളൂ. ഓട്ടോമാറ്റിക് ഓഫ് ആവും. നമുക്ക് വേണമെങ്കിൽ കറണ്ട് ഓഫ് ചെയ്താൽ മതി. ആ കറണ്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ അല്ലേ? കറണ്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ.
അത് കുറച്ചു നേരം നിൽക്കും, പിന്നെ വന്നിട്ട് പിന്നെ അയച്ചൊന്ന് ഓണാവും. ഇപ്പൊ ഉള്ളില് 31.7 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ ഉള്ളൂ. അപ്പോൾ ടോപ്പ് വരെ 50 അല്ലേ? 50 കട്ടാവും. കട്ടാവും, ഓട്ടോമാറ്റിക് കട്ടാവും. വെജിറ്റബിൾ ഒക്കെ ഉണക്കാണെങ്കിൽ 55 അങ്ങനെ ഇതില് നിങ്ങൾ ഇപ്പോൾ ഉണക്കിയത് ഈ നാളികേരം മാത്രമാണോ, അത് വേറെ എന്തെങ്കിലും ഉണക്കിയോ? മല്ലിമുളക് അല്ലാത്തത് ഇതിൽ ഉണക്കിയതാണ്. മുളക് അല്ലേ? മുളക് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്, മേടിക്കും. എടുത്തിട്ട് നമുക്ക് ഉണക്കും. പച്ചമുളകാണോ അതോ പഴുത്തത്? എങ്ങനെ? പഴുത്ത് മേടിക്കും. അതിലിപ്പോ 2 ദിവസം കഴിഞ്ഞാൽ പഴുക്കുമല്ലോ അത്. അതില് കഴിഞ്ഞാല് ഫുള്ളായിട്ട് പഴുക്കാത്ത മുളകുകളൊക്കെ ഉണ്ടാവും. മാർക്കറ്റിൽ മുളക് കടിക്കുന്ന മാതിരി അല്ല ലോക്കലി, അതുകൊണ്ടാണ് ആ കളർ ചെറിയ. അങ്ങനെ മുളക് ഉണക്കിയിട്ടുണ്ട്. വേറെ 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 ഏതെങ്കിലും ഐറ്റംസ് ഉണക്കിയിട്ടുണ്ടോ? ഈ മുരിങ്ങയിലൊക്കെ ഉണക്കാൻ പറ്റുമെന്ന് പറഞ്ഞേക്കാം. പൗഡർ ഉണ്ടാക്കി ഉണക്കിയിട്ടുണ്ട്. അതൊക്കെ എത്ര ടൈം വന്നിട്ടുണ്ടാവും? തക്കാളി 24 മണിക്കൂർ ഉണക്കി. തക്കാളി ഫുൾ ട്രെയിൽ ഉണക്കിക്കണോ? ഫുള്ള് ട്രെയിൽ ഉണക്കിക്കണം 24. തക്കാളി 24 മണിക്കൂർ വന്നിട്ടുണ്ട്. പിന്നെ വേറെ ക്യാരറ്റോ? അങ്ങനെയാണ്. അപ്പൊ ഈ മഞ്ഞളിനാണ് പിന്നെ ഈ പറഞ്ഞ 30 മണിക്കൂർ വേണം. മുന്തിരിയോ? वो ट्राई करेगा? ये अच्छा मुंदरी ये तो उनका मुंदरी मारू ले। और नीचे रखे हैं वो कितना टाइम हो गया उसको? काल दिया कल दिया। അനെ 48 മണിക്കൂറാണ് അത്. അപ്പൊ അത് പല ടൈം ആയതുകൊണ്ട് ഉണങ്ങി കിട്ടും. കിട്ടുന്ന സമയത്തനുസരിച്ച് അല്ലേ? കുറെ കാര്യങ്ങൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൊത്തത്തിലുള്ള ഒരു കൃഷി ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ ആ ഫാമുകളിൽ പോയി കാണാം. ഓക്കെ. താറാവ് കുട്ടികളല്ലേ? ഇതൊക്കെ എത്ര ദിവസമായതാ? 2 ദിവസം. ഇന്നലെ വരുന്നത്. ഇത് വിരിക്കാൻ മെഷീനില്ല, ഇൻക്യുബേറ്ററോ? ഇത് നമ്മൾ ഇറക്കുന്ന അല്ല, നമ്മൾ വിരിക്കുന്നല്ല. ഇത് വിഗോവ സൂപ്പർ തന്നെ. ഇതെന്താ ഒരു പ്രത്യേകം തരം കോഴിയോ? काड़े ये क्या? काड़ा काड़ा तारा मुर्गी तारवा ब्राली